ഹലോ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മുട്ടപ്പഴത്തിൻ്റെ സവിശേഷതകളാണ്. എഗ് ഫ്രൂട്ട്, സ്വർണ്ണപ്പഴം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇത് വിദേശിയാണെങ്കിൽ പോലും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി വളർന്ന് കായ്ക്കുന്നതാണ്. മുട്ടയിലെ മഞ്ഞക്കുരു പോലെ നിറത്തിലും ഗുണത്തിലും ഘടനയിലും സവിശേഷതയുള്ളതിനാലാണ് ഈ പേര് ലഭ്യമായത്. വിത്ത് മുളച്ചുണ്ടാകുന്ന ഇവ ഏകദേശം 25-30 അടി ഉയരത്തിൽ വളരുന്നു. എല്ലാ നഴ്സറികളിലും ഇവയുടെ തൈ ലഭ്യവുമാണ്. മുട്ടപ്പഴം 2 തരത്തിലാണുള്ളത്. അവയുടെ ആകൃതി അനുസരിച്ചും ഉള്ളിലെ വിത്തിൻ്റെ എണ്ണം അനുസരിച്ചും. ചിലത് 2-3 വിത്തുകളാൽ നിറഞ്ഞ റൗണ്ട് ഷേപ്പിലും മറ്റു ചിലത് ഒറ്റ വിത്തിനാൽ മാത്രവും കാണപ്പെടുന്നു. നന്നായി പഴുത്ത പഴം നല്ല മഞ്ഞ നിറത്തിലാകുമ്പോഴേ ഉപയോഗിക്കാവൂ. അല്ലാത്ത കായ്കൾ കഴിച്ചാൽ ഒരു ചവർപ്പ് അനുഭവപ്പെടും. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ പ്രധാന സവിശേഷതകൾ മനസ്സിലാക്കാം. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, പ്രോട്ടീൻ, നിയാസിൻ, കരോട്ടിൻ, അയൺ, അസ്കോർബിക് ആസിഡ്, നാരുകൾ, ധാതുക്കൾ, ഫോളേറ്റ്, തയാമിൻ, പെരിഡോക്സിൻ, പാൻറ്റോത്തറിക് ആസിഡ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, ചെമ്പ്, മാംഗനീസ് എന്നിവയാൽ വളരെ സമ്പുഷ്ടമായൊരു പഴമാണ് മുട്ടപ്പഴം. ആയതിനാൽ തന്നെ ഇത് മലബന്ധം തടയുന്നതിന്, ഇതിലെ ഫൈബർ ദഹനത്തിന്, വൈറ്റമിൻ സി നമ്മുടെ റെസിസ്റ്റൻസ് പവർ ശക്തിപ്പെടുത്തുന്നതിന്, ബീറ്റ കരോട്ടിൻ ഹാർട്ടിന് കരളിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിന്, കാൽസ്യം എല്ലുകളുടെ ബലത്തിന്, ഓർമ്മശക്തിക്ക്, കൂടാണ്ട് കൊഴുപ്പ് കുറയ്ക്കാൻ, ക്ഷീണം അകറ്റാൻ, വിളർച്ചയെ പ്രതിരോധിക്കാൻ, ചർമ്മകാന്തിക്ക്, ഉറക്കം കിട്ടാൻ, ശരീരഭാരം കുറയ്ക്കാൻ, ശരീരത്തെ വിഷവിമുക്തമാക്കാൻ എന്നിങ്ങനെ നിരവധി ഉപയോഗവുമാണ്. ഇവയുടെ ഇലകളുടെ ആകൃതിയും ആ വിത്തിൻ്റെ ഘടനയൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നല്ല പഴുത്ത പഴം ഇപ്രകാരം കാണപ്പെടും, നല്ല മഞ്ഞ നിറത്തിൽ. മുട്ടപ്പഴം കൊണ്ടുണ്ടാക്കുന്ന പ്രധാന വിഭവങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത് അത് മിൽക്ക് ഷേക്ക് നിർമ്മിക്കുന്നതിന്, ജ്യൂസ് ഉണ്ടാക്കുന്നതിനൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. മാത്രമല്ല അരിമാവ്, ശർക്കര, ഏലക്ക, നെയ്യ് എന്നിവ ഉപയോഗിച്ച് നല്ലപോലെ ഇലയട ഉണ്ടാക്കി ഭക്ഷിക്കുന്നതിനും ഏറ്റവും നല്ലൊരു പഴമാണ് മുട്ടപ്പഴം. ഈ പഴം നന്നായി ഉപയോഗിക്കാം, എല്ലാവർക്കും നല്ലതുപോലെ ഉപയോഗിക്കാം. മാർക്കറ്റുകളിൽ ഇവ യഥേഷ്ടം കിട്ടാറില്ല. ഒരു ദിവസം ഒരു പഴം കഴിക്കണം എന്നതുള്ളതാണ് ഉചിതം. പക്ഷേ ചിലർക്ക് ഈ പഴം ഇഷ്ടമല്ല. അവർ പറയുന്ന കാരണം എന്ന് പറയുന്നത് കഴിക്കുമ്പോൾ പല്ലിനിടയ്ക്കൊക്കെ മുട്ടയുടെ മഞ്ഞക്കുരു പോലെ ആകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ഗുണം അവർ മനസ്സിലാക്കുന്നില്ല. വളരെയധികം ഗുണങ്ങളാൽ സമ്പുഷ്ടമായ പഴമാണ് മുട്ടപ്പഴം. സപ്പോർട്ടിയ കുടുംബമായ പ്യൂട്ടേറിയ ജനുസിൽപ്പെട്ട ഒരു നിത്യഹരിത സസ്യമാണ് മുട്ടപ്പഴം. നിറയെ ശിഖരങ്ങളുള്ളതാണെങ്കിലും ബലക്ഷയം തീരെ കുറവാണ്. പെട്ടെന്ന് കാറ്റടിച്ചാലൊക്കെ വേഗം ഒടിഞ്ഞു വീഴുന്നൊരു മരമാണ്. ഏകദേശം ഒരു നട്ട് 3-4 വർഷമാകുമ്പോൾ തന്നെ അത് കായ്ക്കാനായിട്ട് തുടങ്ങുന്നു. അല്പമെങ്കിലും സ്ഥല സൗകര്യമുള്ളവർ ഈ എഗ് ഫ്രൂട്ടിൻ്റെ ഒരു തൈ നട്ട് മുളപ്പിച്ച് അതിൻ്റെ കായ്കൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ പഴം ഒരു 0 കൊളസ്ട്രോൾ പഴമാണ്. അല്പം പോലും കൊളസ്ട്രോൾ ഉണ്ടാക്കാത്തൊരു പഴമാണ്. അതുകൊണ്ട് തന്നെ പഴത്തിൻ്റെ ഗുണവിശേഷം മനസ്സിലാക്കി എല്ലാവരും കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് മുട്ടപ്പഴം വാങ്ങിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തൈ സ്ഥല സൗകര്യമുള്ളവർ ഒരു തൈ നട്ട് മുളപ്പിച്ചോ എങ്കിലും ആ മുട്ടപ്പഴം വളർത്തി അതിൻ്റെ കായ്ഫലം അനുഭവിക്കുക. ഓക്കെ, താങ്ക് യു.